Okay, another topic, average, part 2. So, average in the formula, sum of the, ഇത് എഴുതി വയ്ക്കുകയെ മനഃപ്പാഠം ചെയ്ത് വയ്ക്കുക എന്താ വെച്ച് ചെയ്തോളൂ. സം ഓഫ് ദി ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദി ഒബ്സർവേഷൻസ്. ഈ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ചില ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയായിട്ടാണ് ഇത് വരുന്നത്? മാർക്സ് വരാം, ടെമ്പറേച്ചർ വരാം, പിന്നെ എന്തിൻ്റെങ്കിലും വാല്യൂസ്. ഇപ്പോൾ ഒരു റേറ്റ് കൂടുകയാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ എന്തെങ്കിലും ഐറ്റം, അത് എന്ത് ഐറ്റം വേണമെങ്കിലും ആവാം, ഗോൾഡ് ആവാം, സിൽവർ ആവാം, പരിപ്പാവാം, പുളിയാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഐറ്റം, അതിൻ്റെ റേറ്റ്. പിന്നെ ചിലപ്പോൾ ഏജ് വരും. ഒരു ഫാമിലിയിലെ എല്ലാവരുടെ ഏജ് തന്നിട്ട് അവരുടെ ആവറേജ് എന്താണെന്ന് ചോദിക്കാം. ഇങ്ങനെ പല പല കാര്യങ്ങളിൽ ഉള്ള ഒബ്സർവേഷൻസിനെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് കിട്ടി മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 3 മാർക്കോ 4 മാർക്കോ എടുക്കുന്നു, അല്ലെങ്കിൽ എത്ര മാർക്ക് എടുത്താലും ശരി, അതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിന് എത്ര തരത്തിലുള്ള മാർക്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര സബ്ജക്റ്റിൽ മാർക്സാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തത്, അതിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് ആവറേജ്. അപ്പോൾ ചിലപ്പോൾ എല്ലാ ഒബ്സർവേഷനിലും ആഡ് ചെയ്യണം, സെയിം നമ്പർ വെച്ചിട്ട് ആഡ് ചെയ്യണമെങ്കിൽ പുതിയ ആവറേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഴയ ആവറേജിൻ്റെ കൂടെ ആ വാല്യൂവിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും, മൈനസ് ചെയ്ത് കൊടുത്താൽ മതിയാകും, മൾട്ടിപ്പിൾ ചെയ്താൽ മതിയാവും, ഇൻറ്റു ചെയ്താൽ മതിയാവും എന്നൊക്കെ പഠിച്ചു അല്ലേ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, the marks obtained by a student. ഉറങ്ങണ്ടോ ആരെങ്കിലും? ഇല്ല. Are 40, 50, 60, 70, 80. Find his average marks. Okay, the marks obtained by a student are 40, 50, 60, 70, 80. Okay, find his average mark. ശരി, ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതും എന്താ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് ഒന്ന് പറയൂ. ക്വസ്റ്റ്യനെ നല്ലപോലെ വായിച്ചിട്ട് പറയൂ എന്താണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കണമെന്ന്. ജസ്റ്റ് ട്രൈ ചെയ്യൂ. ഇതായ ക്വസ്റ്റ്യൻ എന്താണ്? വായിക്കൂ. The marks obtained എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോർഡ്, മാർക്ക് സ്കോർ ചെയ്യപ്പെട്ടത് by a student are 40, 50, 60, 70, 80. Find his average marks. ഇതിൻ്റെ എന്ത് കണ്ടെത്തണം? നമ്മൾ ആവറേജ് കണ്ടെത്തണം. സോ കണ്ടെത്തൂ. ആവറേജ് എങ്ങനെയാണ് കണ്ടെത്തുക? ആവറേജ് വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഒബ്സർവേഷൻ. സം ഓഫ് ദി ഒബ്സർവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എടുക്കുക, ഈ കാണുന്ന മാർക്സിൻ്റെ ഒക്കെ ടോട്ടൽ എടുക്കുക, ഡിവൈഡഡ് ബൈ എത്ര മാർക്സാണ് ഉള്ളത്? 1, 2, 3, 4, 5 ടൈപ്സ് ഓഫ് മാർക്സ്. സോ ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. ചെയ്തിട്ട് ആൻസർ പറയൂ.
ഒരു എളുപ്പ മെത്തേഡ് ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ശരി, എന്തായാലും നിങ്ങൾ നോർമൽ വേയിൽ ചെയ്യൂ. നോക്കട്ടെ എത്ര മാർക്സ് വരുന്നത് നോക്കട്ടെ. ആവറേജ് എത്ര വരുന്നത്? കിട്ടിയോ അവന്തിക? ആഡ് ചെയ്യൂ. ആൻസർ പറയൂ. ഞാൻ ആഡ് ചെയ്തിട്ട് 300. എത്ര കിട്ടിയത്? 300. 300 കിട്ടി. ഓക്കെ. ഈ 300നെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ഇവിടെ എന്താ എഴുതേണ്ടത്? 5. സോ 5 എഴുതി. ഇനി ക്യാൻസൽ ചെയ്യൂ. 300നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. സിക്സ്റ്റി കറക്റ്റാണ്. സോ 30ൽ 5 വന്നിട്ട് 6 ടൈംസ് ഉണ്ട്. ബാലൻസ് 0. ഈ 0 താഴെ വരും. സോ ഇവിടെ 0 ഇട്ടിടും. 60. ഓക്കെ. ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? എത്ര സമയം എടുത്തു? നമുക്ക് ഒരു 2 മിനിറ്റെങ്കിലും എടുത്തില്ലേ ഇതൊക്കെ ആഡ് ചെയ്ത്? പിന്നെ അതിൻ്റെ താഴെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? അതിന് പകരം ഈ വാല്യൂസിനെ ജസ്റ്റ് ഒന്ന് നോക്കൂ. എല്ലാത്തിലും ഡിഫറൻസ് 10 അല്ലേ? എല്ലാത്തിലും ഡിഫറൻസ് 10 അല്ലേ? അപ്പോൾ ഇതിൻ്റെ പേര് കോൺസിക്യൂട്ടീവ്. മീൻസ് ഈ വാല്യൂസൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കോൺസിക്യൂട്ടീവായിട്ടുണ്ട്. കോൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ തുടർച്ചയായ 10 എല്ലാത്തിലും ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഈ ഡിഫറൻസ് സെയിം ആണ് എങ്കിൽ നമ്മളുടെ ആൻസർ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന മിഡിൽ നമ്പർ ആയിരിക്കണം. നമ്മുടെ ആൻസർ എന്തായിരിക്കും? മിഡിൽ നമ്പർ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതല്ല, ഇനി ഒരു നമ്പർ തരണം. 101, 102, 103, 104, 105 എന്നൊരു വാല്യൂസ്, ഒരു 5 വാല്യൂസ് തരികയാണ്. ഇതിൽ കണ്ടില്ലേ? യെസ്, കറക്റ്റ്. സൂപ്പർ ദയ. 103 ആൻസർ. ഇനി 5, 10, 15, 20, 25 ഇതിലെന്തായിരിക്കും ആൻസർ? 15. യെസ്, കറക്റ്റ്. യെസ് കറക്റ്റ്. ഇങ്ങനെ കണ്ടെത്താം. ഇത് എളുപ്പമാവില്ലേ കണ്ടെത്താൻ? പക്ഷേ എന്താ കണ്ടീഷൻ? എന്താ? നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് സെയിം ആയിരിക്കണം. അപ്പം മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറയാൻ സാധിക്കില്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 2. രാഹുൽ in his 12th inning makes a score of 63
runs, and thereby increase his average score by 2. What is his average after the 12th inning? ഇതാണ് ചോദ്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഇൻ ഹസ് 12th ഇന്നിങ് മേക്സ് എ സ്കോർ ഓഫ് 63 റൺസ്. അപ്പോൾ 12ാമത്തെ ഇന്നിങ്ങിൽ അവന് കിട്ടിയ സ്കോറാണ് ഈ പറയുന്ന 63 റൺസ്. ആൻഡ് ദർ ബൈ ഇൻക്രീസ് ഹിസ് ആവറേജ് സ്കോർ ബൈ 2. അതിന് ശേഷം അവൻ്റെ ആവറേജ് എന്ന് പറയണത് അവന് 2 കൂടി. വാട്ട് ഈസ് ഹിസ് ആവറേജ് ആഫ്റ്റർ 12th ഇന്നിങ് എന്നാണ് ചോദ്യം. സോ ഇതെങ്ങനെ ചെയ്യുക എന്ന് നോക്കുമ്പോൾ ഈ ഇന്നിങ് എന്ന് പറഞ്ഞാലൊക്കെ എന്താണെന്നറിയോ നിങ്ങൾക്ക്? അറിയില്ല? ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ക്രിക്കറ്റ് കാണാറുണ്ടോ? ഓരോരോ ചാൻസിനെയാണ് ഈ പറയുന്നത് ഇന്നിങ്സ് എന്ന്. ഓരോരോ ചാൻസ്. ഇപ്പോൾ രാഹുൽ എന്ന് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ 12th ചാൻസിൽ അവന് കിട്ടില്ലേ, ചാൻസ് കിട്ടില്ലേ, ആ 12th ചാൻസിൽ അവന് കിട്ടുന്ന സ്കോറ് പറയുന്നത് 63 റൺസാണ്. ഫസ്റ്റ് ഇന്നിങ്, സെക്കൻഡ് ഇന്നിങ്, അങ്ങനെ 12ാമത്തെ ഇന്നിങ്ങിൽ അവന് കിട്ടുന്ന എത്രയാണ് വാല്യൂ കിട്ടുന്നത്? 63 റൺസാണ് അവന് കിട്ടുന്നത്. ഇതിന് മുന്നിലും റൺസ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതോടുകൂടി ചേർത്തിട്ട് 63 റണ്ണാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദർ ബൈ ഇൻക്രീസസ് ആവറേജ് സ്കോർ ബൈ 2. ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഇവൻ്റെ ആവറേജ് എന്ന് പറയുന്നത്, ഇത്രയും ഇന്നിങ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 2 കൂടി. വാട്ട് ഈസ് ഹിസ് ആവറേജ് ആഫ്റ്റർ ദ 12th ഇന്നിങ് എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഓഫ് രാഹുൽ 11th ഇന്നിങ്. നമുക്ക് 11th ഇന്നിങ്ങിൽ അവൻ എത്ര മാർക്സ് കിട്ടി അല്ലെങ്കിൽ എത്ര റൺസ് കിട്ടി നമുക്കറിയില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് വിളിക്കുന്നു. പിന്നെ എന്തായി? അവന് അവൻ്റെ 12th ഇന്നിങ്സ് ഇല്ലെങ്കിൽ 12th ഇന്നിങ്സിൽ വരെ അവൻ്റെ ആവറേജ് ഓഫ് 12th ഇന്നിങ്സ് എന്ന് പറയണത് തീർച്ചയായിട്ടും ഇതിനെത്ര കിട്ടിയിട്ടുണ്ടായിരുന്നോ ഞാൻ പറഞ്ഞില്ലേ, ഇതിനെത്ര കിട്ടിയിട്ടുണ്ടായിരുന്നോ അത് പ്ലസ് ഈ 63 ആയിരിക്കും 63 ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കണം? 12 കൊടുക്കണം അല്ലേ? ഇത്രയും വാല്യൂവിൻ്റെ ആവറേജ് കണ്ടെത്തണമെങ്കിൽ ഈ 12 ഇന്നിങ്സ് ഉണ്ട്. അതാണ് നമ്മളുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, മേലെ എന്ത് വരും? സം ഓഫ് ഒബ്സർവേഷൻ. 12ാമത്തെ ഇന്നിങ്ങിൽ അവൻ്റെ സ്കോർ 63. അതുവരെ അവന് 11 ഇന്നിങ്സിലും കിട്ടിയത് സ്കോറ് എക്സ് ആണ്. അല്ലെങ്കിൽ 11ാമത്തെ ഇന്നിങ്സിൽ കിട്ടിയ സ്കോറ് എക്സ് ആണ്, പ്ലസ് 12. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും എന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു പറഞ്ഞിട്ടുണ്ട് x+2 എന്ന്. ഇവിടെ 11x എന്നാണ് വരിക കേട്ടോ. ഇവിടെ 11x എന്ന് ഞാൻ ഇടാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വേറെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്കിതിലേക്ക് വരാം. ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം, മനസ്സിലാവുന്നുണ്ടോ നോക്കിക്കോളൂ. ഇപ്പോൾ ആവറേജ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് വേണ്ട ഫോർമുല നമുക്കറിയാം, സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പഠിച്ചു. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നോക്കുമ്പോൾ ഇത് രണ്ടിനെയും മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ
എനിക്ക് 11 ഇന്നിങ്സ് വരെയുള്ള സം ഓഫ് ഒബ്സർവേഷൻ എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? 11 ഇന്നിങ്സ് വരെയുള്ള ആവറേജ് എത്രയെന്ന് എനിക്കറിയില്ല. അതിനെ ഞാൻ എക്സ് എന്നതാണ് ഇട്ടിരിക്കുന്നത്. ഇൻറ്റു നമ്പർ ഓഫ് ഒബ്സർവേഷൻ 11 ആണ് വരുന്നത്. സം ഓഫ് ഒബ്സർവേഷൻ അപ്പോൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11x. അതാണ് ഞാനിവിടെ എഴുതിയത്. പ്ലസ് അപ്പോൾ 12 ഇന്നിങ്സിൻ്റെ ആവറേജാണ് നമ്മൾ കണ്ടെത്തുന്നത്. 12 ഇന്നിങ്സിൻ്റെയും സം ഓഫ് ഒബ്സർവേഷൻ മേലെ എഴുതണം. അതിൻ്റെ താഴെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 12. അപ്പോൾ 11 വരെയുള്ള സം ഓഫ് ഒബ്സർവേഷൻ പ്ലസ് 12ാമത്തേൻ്റെ 63 ഡിവൈഡഡ് ബൈ 12. ഇതെന്ന് പറയണത് x+12 ആണ്, x+2 ആണ്. ഈ എക്സ് എന്ന് പറയണത് 11 നമ്പറിൻ്റെയും ആവറേജ്. ആവറേജ് എത്ര കൂടി? 2 കൂടി. ഇതാണ് ഈ ഒരു എക്സ്പ്രഷൻ. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. സോ ഈസി ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്, അതാദ്യം ചെയ്യാം, എന്നിട്ട് പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരാം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആവറേജ്. AVG പറഞ്ഞ ആവറേജ് എന്നാണ് അർത്ഥം കേട്ടോ. ഓഫ് ദി following set of scores 567, 434, 323, 290 and 401. ഓക്കെ, ആവറേജ് കണ്ടെത്തൂ. ആഡ് ചെയ്യുക എല്ലാ നമ്പറിനെയും. താഴെ 1 2 3 4 5 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ പറയാം. പറയൂ. രണ്ടായിരത്തി 2015 സ്കോർ കിട്ടിയോ? ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി അല്ലേ? 2015 കിട്ടി. ഡിവിഷൻ എത്ര വരും? താഴെ എത്ര വരും? 5 വരും. ഇനി ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ആൻസർ പറയൂ. എത്രടാ? 403. യെസ്, കറക്റ്റ്. 403 കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അവന്തിക ഓക്കെ ആണോ? ആ. Find the average of the following numbers: 0, 6, 0, 12, 14, 13. 0, 6 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 6 തന്നെയാണ് അർത്ഥം കേട്ടോ. 6 പ്ലസ് 0 പ്ലസ് 12 പ്ലസ് 14 പ്ലസ് 13 അത് നിങ്ങൾ മേലെ എഴുതി കൊടുക്കണം. താഴെ എന്താ എഴുതി കൊടുക്കേണ്ടി വരിക? നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര വരും?
നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര വരും? മിസ് ഇതൊക്കെ കൂടി പ്ലസ് ചെയ്യാനല്ലേ? ആണ്, പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്തിട്ട് താഴെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്പർ ഓഫ് ആ ഒബ്സർവേഷൻ കിട്ടിയ എത്ര? നമ്പർ കൊണ്ട്. ആ, എത്ര ഒബ്സർവേഷനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്? ഇവിടെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 1, 5. 2, 3, 4, 5. നോക്കൂ, ചിലവർ വിചാരിക്കും പൂജ്യമല്ലേ ഇതിനെ കൂട്ടണോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും പൂജ്യത്തിനെയും നമ്മൾ ഒരു ഒബ്സർവേഷനായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ആ എന്നിട്ട് ആൻസർ പറയും. നാല്. എത്ര കിട്ടി? 9. 9. യെസ്, കറക്റ്റ്, 9. സോ ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും? 45 കിട്ടിയോ? 6 + 2 8, 8 + 4 12, 12 + 3 15, 15. ഇവിടെ 5 എഴുതി, ഇവിടെ 1 എഴുതി, 45 കിട്ടി. സോ സം ഓഫ് ദി ഒബ്സർവേഷൻ ആവറേജ് വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. 45 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ 9. കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 6 2. എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ ആവറേജ് ഓഫ് ദി ഫസ്റ്റ് 5 ഈവൻ നമ്പർ. ഓക്കെ, ദ ആവറേജ് ഓഫ് ദി ഫസ്റ്റ് 5 ഈവൻ നമ്പർ. ഈവൻ നമ്പർ ഏതൊക്കെയാണ്? ആദ്യത്തെ 5 ഈവൻ നമ്പർ ഏതൊക്കെയാണ്? ഏതൊക്കെയാ ഈവൻ നമ്പർ? ഫസ്റ്റത്തെ 5 ഈവൻ നമ്പർ ഏതൊക്കെയാണ്? ഇരട്ട സംഖ്യകൾ. 2, 4, 6, 6, 10. 8. 10. ഇതിൻ്റെ ആവറേജ് എന്താ? കണ്ട് തന്നെ വേഗം ആൻസർ ചെയ്യാം. എന്തായിരിക്കും? എന്തായ? 6. സൂപ്പർ ദയ. സോ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് 2 ആണ് വരുന്നത്. സോ ആവറേജ് ശരിക്കുള്ള മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ 2 + 4 6, 6 + 2 12, 12 + 8 20, 30 വരും. 50. അല്ലല്ല, 30 വരും. 30/5 ചെയ്യുമ്പോൾ 6 വരുമായിരുന്നു. അത്രയൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഡിഫറൻസ് 2ആണ്. സോ മിഡിൽ എന്താണ്? നമ്പർ 6. അതെടുത്ത് എഴുതിയാലും മതിയാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Find the average of 3, 5, 7, 8, 9. 8 ഉണ്ട്. 7. അല്ലടാ, അവിടെയാണ് നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് ഡിഫറൻസ്. പക്ഷെ ഇവിടെ 1 അല്ലേ ഉള്ളൂ. ഡിഫറൻസ് സെയിം ആവണ്ടേ? ഇവിടെ 2 ആണെങ്കിൽ എല്ലാത്തിലും ഡിഫറൻസ് സെയിം ആവണം. അല്ലാത്ത പക്ഷേ നമുക്ക് ആ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആഡ് തന്നെ ചെയ്യണം. എത്ര വരും?
32. ഓക്കെ. Sure. സോ 3 + 5 8, 8 + 7 15, 15 + 3 15 + 8 23, 23 + 9 32. സോ 32 ÷ 5 ആണ് ചെയ്യേണ്ടത് ആവറേജ് കാണാൻ. വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? Total. 32 ÷ 5 ചെയ്യണം. 32 ÷ 5 ചെയ്യണം. Six 6.4. ആണോ? 32 / 5 ഇസ് കറക്റ്റ് ആണ്. ഓക്കെ ലവന്തിക, മനസ്സിലായോ? 6.4 എങ്ങനെ? 6.4 എങ്ങനെ വന്നെന്ന് കിട്ടിയില്ല. സോ 3-ൽ 5 ഇല്ല. 32-ൽ പറഞ്ഞു നോക്കുക എത്രയാണ് വരികയെന്ന്. സോ 4 5 5, അല്ലെങ്കിൽ 1 5 are 5, 2 5 are 10, 3 5 are 15, 4 5 are 20, 5 5 are 25, 6 5 are 30 വരും. സോ 6 5 are 30 എഴുതി കഴിഞ്ഞു. ബാലൻസ് 2 വന്നു. 2-ൽ 5 ഇല്ല. അപ്പോൾ പോയിന്റ് വെച്ച് ഇവിടെ 0 ചേർത്തി. 20-ൽ 5 4 തവണ കഴിഞ്ഞു. അങ്ങനെയാണ് 6.4 കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ. അടുത്തത് 13-ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ average of 10 9 8 7 6. 8 കറക്റ്റാണ് ദയാ. കറക്റ്റാണ് കേട്ടോ. സോ എന്താ കാരണം എന്ന് മനസ്സിലായോ അവന്തികയ്ക്ക്? 10 വന്നു, 9 വന്നു, 8 7 6. അപ്പോൾ എങ്ങനെയുണ്ട്? ഡിസെൻഡിങ് ഓർഡറിലുണ്ട്. 8 വന്നു. യെസ് കറക്റ്റ്. എല്ലാത്തിൻ്റെയും ഡിഫറൻസ് 1 ആണ്. സോ 8 കറക്റ്റ്. ഇനി അടുത്തത് 16-ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹൈറ്റ്സ് ഓഫ് 5 students are 140, 135, 142, 138, 140. Their average. Height is. ചെയ്തിട്ട് പറയൂ.
എത്ര കിട്ടണം? 695. 695. 695 ആണ് വരിക കേട്ടോ. സോ 695 ഡിവൈഡഡ് ബൈ എത്ര എഴുതി കൊടുക്കണം? 5. 5. എന്നിട്ട് ചെയ്തപ്പോൾ എത്ര ആൻസർ കിട്ടി? 6ൽ 5 1 ടൈം ഉണ്ട്, ബാലൻസ് 1 വന്നു. 19ൽ 5 3 ടൈംസ് ഉണ്ട്, 15 വരും, ബാലൻസ് 3. 139. 9 ആണോ 7 ആണോ? സോറി 4 കറക്റ്റാണ് കേട്ടോ. 139 കറക്റ്റാണ് കേട്ടോ. സൂപ്പർ. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആവറേജ് ഓഫ് 4, 5, 3.5, 7.5, 9.5, 6.5 is ഇതൊക്കെ കൂടി ആഡ് ചെയ്യാനാ? യെസ്, ആഡ് ചെയ്യണം. താഴെ എത്ര ഒബ്സർവേഷൻ ഉണ്ട് മൊത്തത്തിൽ? 5. 5. താഴെ 5 കൊണ്ട് ഡിവൈഡും ചെയ്യണം. മിസ് 4.5 ആണ് ഉദ്ദേശിച്ചത്. 6.5 ആണ് ഇതല്ലേ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ 6.5 ഉണ്ട്. 4, 5, 3.5, 7.5, 9.5. അപ്പോൾ എങ്ങനെയാ താഴെ 5 വരിക? 6 അല്ലേ വരിക? 6 ഒബ്സർവേഷൻസ് അല്ലേ? 1, 2, 3, 4, 5, 6 ഒബ്സർവേഷൻസ് ഉണ്ട്. ഇതാദ്യം ആഡ് ചെയ്യും. ആണോ? ശരി. ഇവിടെ വരുന്നത് 36 അല്ലേ? ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 + 5 10, 15, 20. സോ ഇവിടെ 0, ഇവിടെ 2. 6, 11, 14, 21, 30, 36 വരുന്നുണ്ട്. 36 ഡിവൈഡഡ് ബൈ എത്ര എഴുതി കൊടുക്കണം? 6. ആൻസർ 6 വരും. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് മിഷൻ നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 6.0. 6.0 വരും. നമ്മൾ വൃത്തിയായിട്ട് എടുക്കുമ്പോൾ പോയിൻ്റ് ശേഷം 0 വന്നത് കാരണം ഇത് വേണ്ട.
സോ 6 ആണ് ആൻസർ കേട്ടോ. ആ ഉം. നീ കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ? ഇല്ല. കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ പെടും കേട്ടോ. ഇല്ല. ആ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് 2. കോൺസിക്യൂട്ടീവ് പറഞ്ഞാൽ തുടർച്ചയായ. ഇപ്പം 2 വെച്ച് തുടങ്ങിയിട്ട് ഈവൻ നമ്പർ 5 എഴുതിക്കോളൂ. 5 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈവൻ നമ്പർ. ഇപ്പം എന്തൊക്കെയാണ് വരിക? 2, 4, 6, 8, 10. ഇതിൻ്റെ ആവറേജ് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പം എത്ര? 6 കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The length in meter m പറഞ്ഞാൽ മീറ്റർ ആണ് കേട്ടോ. ഇൻ മീറ്റർ ഓഫ് 5 pieces of a string or string പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ല. കയറൊക്കെ ഉണ്ടല്ലേ, അതിനൊക്കെ പറയാം. 5, 5.2, 6.3, 7.2, 6.3 ഇങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവറേജ് എത്രയാണെന്ന് കണ്ടെത്തണം. ദ ആവറേജ് ലെങ്ത് ഓഫ് പീസസ് ഇൻ മീറ്ററിൽ പറയും വേണം. സോ ഈ 5 വാല്യൂസിനെ ആഡ് ചെയ്യൂ. എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. ആൻസർ പറയൂ. മാത്സ് 4 ഷീറ്റ് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ വാട്സാപ്പിൽ. നാളേക്കാണ് വ്യാഴാഴ്ച. നാളൻ്റെ ഉള്ളിൽ വേഗം ചെയ്തയക്കണം. അഞ്ച്, 7, 8, 9, 10, 11, 12, 13, 14, $155. 55 വരുന്നുണ്ട്. ഒന്നുകൂടി നോക്കൂ. 30 വരിക കേട്ടോ. ടോട്ടൽ 30 വരിക. നോക്കാം. 5, 5.2, 6.3, 7.2, 6.3. 2 + 3 5, 7, 10, 1, 6, 5, 11, 11 + 6, 17, 17 + 7, 24, 24 + 6, 30. 30.0 കിട്ടുന്നത്. പക്ഷെ നമ്മൾ എടുക്കുന്നത് 30 ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻ? 5. സോ ആൻസർ 6. ഓക്കെ ആണോ?
ഓപ്ഷനിൽ തന്നിരിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിടാം. 24. ഫൈൻഡ് the average of 1/2, 1/4, 1/6, 1/8. അപ്പോൾ എന്ത് ചെയ്യണം? മേലെ എല്ലാം സെയിം ആണ് അല്ലേ, താഴെ 2 ആണ് ഡിഫറൻസ് വരുന്നത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന നമ്പറിനെ നമുക്ക് എടുക്കാം. സോ ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിലുള്ള നമ്പർ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിഡിലിൽ നമ്പർ ഇല്ല, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4നെയും 1/6നെയും ആഡ് ചെയ്യുക. എങ്ങനെ ആഡ് ചെയ്യുക? എൽസിയം എടുക്കണം. 6 + 4/24 വരും. സോ 10/24 ഡിവൈഡ് ചെയ്താൽ 10ൽ 2 5 തവണയുണ്ട്, ഇതിൽ 2 12 തവണയുണ്ട്. വീണ്ടും നിങ്ങൾ ഇതിൻ്റെ താഴെ ഒരു 2 കൂടി വരും കേട്ടോ, 2 കൂടി വരും. നമ്മൾ മിഡിലല്ല എടുക്കുന്നത്, അത് കാരണം ഇതിൻ്റെ ആഡ് ചെയ്ത് വരുന്നതിൻ്റെ പകുതി വാല്യൂ ആണ് വരിക. ഓക്കെ, അല്ലെങ്കിൽ ഈസി മെത്തേഡ് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ആഡ് ചെയ്യുക, എന്നിട്ട് എപ്പോഴും പോലെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ അതേ ചെയ്തോളൂ. ആൻസർ എന്ത് വരും എന്ന് വെച്ചാൽ 1/5 ആണ് വരിക എന്ന് തോന്നുന്നു. 1/5 24 ഏകദേശം 0.26 കറക്റ്റ്. നോക്കൂ, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും ആഡ് ചെയ്യും. 1/2 + 1/4 + 1/6 + 1/8, താഴെ 4. 0.26. യെസ്, കറക്റ്റ്, 0.26 ആൻസർ. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേലത്തെ തന്നെ എൽസിയം എടുക്കേണ്ടി വരും. 2, 4, 6, 8 ഇതിനെയൊക്കെ എൽസിയം എടുക്കുക. എൽസിയം എടുക്കുമ്പോൾ 2, 4, 6, 8 എൽസിയം എടുക്കുമ്പോൾ 2 കൊണ്ട് എടുത്താൽ 1, 2, 3, 4 വരും. വീണ്ടും 2 കൊണ്ട് എടുത്താൽ 1, 1, 3, 2 വരും. 3നെ പുറത്തെടുത്താൽ 2നെ പുറത്തെടുത്താൽ 4, 4, 3, 12, 12, 2, 24 വരും. സോ ഈ 2 24-ൽ 12 തവണയുണ്ട്, 4 24-ൽ 6 തവണയുണ്ട്, 6 24-ൽ 4 തവണ, 8 24-ൽ 3 തവണ, /24 /4. സോ മേലെ 12 + 2 18, 22, 25 വരും. 25/4 വരും. 25/24 വരും. ഓക്കെ, ഈ 4 എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ × 1/4 എന്ന് വരും. നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇതൊക്കെ ആക്കി വരുമ്പോൾ 0.26 കറക്റ്റായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് പോട്ടെ. ഇല്ല, മതിയോ? ഇന്നത്തേക്ക് ഇത് മതിയോ? കുറേയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ ആ കൺഫ്യൂഷൻ ആവാൻ തുടങ്ങും. ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്യാം, അതോടുകൂടി നിർത്താം കേട്ടോ. 25 ആവറേജ് 86097. വേഗം നോക്കിയിട്ട് പറയാം. 0. നോ, ഇവല്ലേ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇരിക്കുന്നത്. ഇവിടെ 6, ഇവിടെ 9, ഇവിടെ 2, ഇങ്ങനെയല്ലേ വരുന്നത്? കോൺസിക്യൂട്ടീവ് അല്ലല്ലോ. അപ്പം എല്ലാറ്റിനെയും ആഡ് ചെയ്യുക, താഴെ ഡിവൈഡ് ബൈ എത്ര വാല്യൂസ് കിട്ടിയിട്ടുണ്ട്, എത്ര ഒബ്സർവേഷൻ തന്നിട്ടുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8, 6, 0, 9, 7.
മിസ്സേ 6. മിസ്സേ 6. 6 അല്ലേ? 8 + 6 14. 14 + 9 23. 23 + 7 30 കിട്ടും. 30 ÷ 5. 5 6. മതി കേട്ടോ, ഇന്നത്തേക്ക് ഇത് മതി.